ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദിലീപിന്റെ കൂട്ടുകാരും കൂടിയിട്ട് കാർത്തികയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാർത്തികയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ദിലീപിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ അവർ രണ്ടുപേരും ചേർന്ന് മുറിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ദിലീപിന്റെ റൂമിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് ഗംഗപ്രസാദ്. ആരെയും കാണാതെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവൻ ആ റൂമിലെത്തുകയും അതുപോലെ തന്നെ അവരുടെ ബെഡിന്റെ, അതായത് ആ കട്ടിലിന്റെ താഴെ അവൻ ഒരു താവളം പിടിക്കുകയും അവിടെ മലർന്ന് ഒളിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും ആരും തന്നെ അറിഞ്ഞിട്ടുമില്ല. എന്തായാലും അവിടേക്ക് ഉടനെ തന്നെ അവന്റെ മറ്റു ചില ഫ്രണ്ട്സ്, അതായത് ദിലീപിന്റെ മറ്റു ചില ഫ്രണ്ട്സ് അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ അവര് വരുമ്പോഴേക്കും നമുക്ക് ഈ മണിയറ ഒന്ന് ഒരുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് വേണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കട്ടിലിന്റെ അടിയിൽ ഗംഗപ്രസാദ് അനങ്ങാതെ കിടക്കുകയാണ്. അവന്റെ മറ്റു ഫ്രണ്ട്സ് എല്ലാവരും വന്ന് പൂവ് കൊണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ ആ മണിയറ അലങ്കരിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും ഈ ഗംഗ അവിടെ ഒളിച്ചു കിടക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല, കാണുന്നില്ല. അങ്ങനെ അവരവിടെ നിന്ന് റൂമും അടച്ചിട്ടിട്ട് പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ ദിലീപ് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞങ്ങളെന്നെ ഇറങ്ങട്ടെ, എൻ്റെ ചില ഫ്രണ്ട്സ് അവിടെയുണ്ട്, അവരെയും കൂടി ഒന്ന് കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത്, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ചൊന്ന് സംസാരിക്കണമെങ്കിൽ ആവാം എന്നിങ്ങനെ കല്യാണി എങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കാർത്തിക് ഒന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അത് ആവണമെങ്കിൽ ആവാം, എന്തായാലും നാളെ തുടങ്ങിയിട്ട് രണ്ടുപേരും ഒന്നിച്ചാണല്ലോ, ഇന്നിപ്പോ സംസാരിക്കണമെങ്കിൽ ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദിലീപും അതുപോലെ കാർത്തികയും കൂടിയിട്ട് കാർത്തികയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരവിടെ ബെഡിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, അതെ അവനെ പേടിക്കണം, എൻ്റെ ആങ്ങളയുണ്ടല്ലോ ഗംഗപ്രസാദ്, അവൻ മരിച്ചിട്ടില്ല. അതറിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര വേദനയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്. ദിലീപേട്ടൻ എന്തായാലും ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത്, എന്നെ ഒന്നും ചെയ്യാൻ അവന് പറ്റില്ല, കാരണം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊന്നും പറ്റില്ല, പിന്നെ നിനക്കൊന്നും പറ്റാതെ നോക്കിയാൽ മതി, കാർത്തിക ശ്രദ്ധിച്ചാൽ മതി അവനെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കിനി പുറത്തൊന്നും അങ്ങനെ അധികം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഇവനിങ്ങനെ ഉള്ളിടത്തോളം കാലം ഇവന്റെ മരണം കേട്ടതിന് ശേഷം മാത്രമേ നമുക്കൊരു സമാധാനമായിട്ട് പുറത്തൊക്കെ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദിലീപ് പറയാണ്, ഈ കേരളത്തിൻ്റെ അകത്ത് നമ്മൾ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയാൽ, ഹണിമൂണ് പോയാലല്ലേ അവൻ നമ്മളെ പിടിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് ഇന്ത്യക്ക് പുറത്തു പോകാം, അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളെ പിടിക്കാൻ കഴിയില്ല, ഹണിമൂൺ ട്രിപ്പ് അങ്ങനെ തന്നെ ആക്കാം എന്നൊക്കെ ഇങ്ങനെ ദിലീപ് നമ്മുടെ കാർത്തികയോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ കാർത്തിക, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം, എന്തായാലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, അതുവരെ മനുഷ്യന്റെ മനസ്സിൽ തീയാണ് എന്ന് പറയുന്നുണ്ട്. കേട്ടല്ലോ, സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ വീണ്ടും നമ്മുടെ കാർത്തിക ദിലീപിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ദിലീപ് കാർത്തികയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോരുകയാണ്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് ദിലീപും ദിലീപിന്റെ കൂട്ടുകാരും. അപ്പോൾ എന്തായി, നിന്റെ പെണ്ണിനെ കണ്ട് സമാധാനമായോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, കല്യാണം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇതുപോലൊരു സഹോദരൻ അവൾക്കുണ്ട്, കൊല്ലാൻ നടക്കുന്നവനാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ആ അമ്മയ്ക്ക് ഈ കല്യാണത്തിനോട് ഒരു താല്പര്യവും ഇല്ലാത്തത്. പലപ്പോഴായിട്ട് ദിലീപിനോട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദിലീപിന് ഈ പെണ്ണല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല, കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാൻ ഇതിനെ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇനി വിവാഹമേ കഴിക്കില്ല എന്നൊരു ശപഥം അവൻ എടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ദിലീപിന്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് തന്നെ. എന്തായാലും ദിലീപ് അവിടെ നിന്നും പോയതിന് ശേഷം തന്നെയാണ് ഈ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണ് വെട്ടിച്ച് തന്നെയാണ് ഈ പറയുന്ന ഗംഗ വീടിൻ്റെ അകത്തേക്ക് കടന്നിട്ടുള്ളത്. എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പരിചയമില്ലാത്ത ആര് വന്നു കഴിഞ്ഞാലും വീടിൻ്റെ അകത്തേക്ക് കയറ്റരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ, വേഷം മാറി വരും എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ ഒരാളെ അവരെ കണ്ടിട്ടും പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവൻ ഈ ഇല അവിടെ വെച്ചിട്ട് തിരികെ വീട്ടിൽ നിന്നും പോകുന്ന ഭാഗവുമുണ്ട്. അപ്പം പിന്നെ അവർക്ക് അങ്ങനെ സംശയം തോന്നിയിട്ടില്ല. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രതീഷാണ്. രതീഷ് ഇവളോട് പറയുന്നുണ്ട്, അതായത് അമലുവിൻ്റെ ഭർത്താവാൻ പോകുന്ന വേലുവിനോട് പറയുകയാണ്, ഇനി എന്തായാലും കാർത്തികയുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് നിങ്ങളുടെ വിവാഹമാണ്, അമലുവിനെ നീ പൊന്നുപോലെ സ്നേഹിക്കും, പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് കാത്തിരിക്കുന്നത്. കാട്ടിൽ പോയി നിങ്ങളുടെ വിവാഹം നടത്തിയിട്ട് അവിടുത്തെ മലദേവതകളുടെ
വീടിന്റെ മുന്നിൽ താലി കെട്ടിയതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവരാനാണ് കിരൺ സാറിന്റെയും കല്യാണിയുടെ ഒക്കെ തീരുമാനം. എന്നിട്ട് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തും. അത് തന്നെയല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർ എന്തായാലും ഉണ്ടാക്കി തരും, അത് ഉറപ്പാണ്. പിന്നെ കാർത്തികേച്ചി അവളുടെ അത് ആ ഒരു കമ്പനിയിൽ നിന്റെ തേനെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ നല്ലൊരു ജീവിതമായിരിക്കും, നിനക്ക് സമാധാനമുള്ള ജീവിതം തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ വേല് പറയുകയാണ്, അത്രയും വലിയ ആർഭാടമുള്ള ജീവിതം ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സാറേ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാടും മലദേവതകളും അതൊക്കെ തന്നെ മതി. ഞങ്ങൾക്ക് ചുരുങ്ങിയ ജീവിതം തന്നെ മതി, അത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും സന്തോഷത്തിൽ തന്നെയാണ് ആ കാട്ടിൽ കഴിഞ്ഞത്. ആ ദുഷ്ടൻ അവൻ ആ കാട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായത്. എന്നെ എൻ്റെ അമല് വെറുത്തതും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ദുഷ്ടൻ എൻ്റെ മാമനെ കുത്തി അവിടെ നിന്നും പോയത്, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇനി എന്തായാലും അങ്ങനെ ഒരുത്തനെ ഒരിക്കലും ഞങ്ങൾ കാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കുകയില്ല. തന്നെയല്ല ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് തന്നെ ഇവിടേക്ക് അവൻ എന്തായാലും വരും. അപ്പോൾ അവനെ തീർക്കാൻ വേണ്ടി തന്നെ ഞാൻ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവനെ കൊന്നിട്ട് എനിക്ക് തിരികെ പോയി കഴിഞ്ഞാൽ സമാധാനത്തോടു കൂടി എനിക്ക് ഉറങ്ങാൻ പറ്റും. ഇത്രയും ദിവസം എനിക്ക് അവനെ കയ്യിൽ കിട്ടാത്തതിലുള്ള ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് പറയാണ്, അത് നിനക്ക് മാത്രമല്ലടാ, എല്ലാവർക്കും, ഈ വീട്ടിലുള്ള എല്ലാവർക്കും. എന്തിനു പറയുന്നു, എൻ്റെ ഭാര്യ അടക്കം ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അവനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയണമെന്ന് തന്നെയാണ് അവരുടെയൊക്കെ ആഗ്രഹം. അതെന്തായാലും ഈ കല്യാണത്തോടു കൂടി നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ച് നിൽക്കാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദിലീപ് തിരികെ വീട്ടിലോട്ട് വന്നതിന് ശേഷം പിന്നെ റൂമിലോട്ട് വരുന്നുണ്ട്, ബെഡ്റൂമിലോട്ട് വരികയാണ്. അപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ അവൻ ആ ബെഡ്റൂമിൽ അലങ്കരിച്ചിരിക്കുന്ന മണിയറ കണ്ടിട്ട് അവൻ അങ്ങനെ നോക്കി നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്പോഴും ഈ കട്ടിലിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഗംഗപ്രസാദ് ഉണ്ട്. അങ്ങനെ അവൻ ആ റൂമിൽ കിടന്നുറങ്ങണോ വേണ്ടോ എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് അപ്പോൾ ഒന്നും തന്നെ നമ്മുടെ ഗംഗ അവനെ ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കാർത്തിക അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കല്യാണിയും അതുപോലെ കാദംബരിയും പിന്നെ നമ്മുടെ അമലുവും എല്ലാവരും ചേർന്ന് അടിപൊളിയായി തന്നെ അവളെ അണിയിച്ചൊരുക്കുകയാണ്. നല്ല സ്വർണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ട് അമ്മൂമ്മയുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അമ്മൂമ്മ പറയുന്നുണ്ട്, അമ്പോ എന്തായി കാണുന്നത്, 2 അനിയത്തിമാരെക്കാളും ചെറുപ്പമായല്ലോ ഇപ്പൊ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും മോളുടെ ജീവിതം നല്ല ഭംഗിയായി സുന്ദരമായി തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കല്യാണത്തിന്റെ ആ രാവിലത്തെ ആ ചടങ്ങും കാര്യങ്ങളും എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ അവള് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഈ പറയുന്ന ദിലീപിന്റെ കൂട്ടുകാരും എല്ലാവരും ഒരുങ്ങുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ദിലീപിനെ എന്തെങ്കിലും ചെയ്യാൻ തന്നെയാണ് ഈ ഗംഗ അവിടെ കാത്തിരിക്കുന്നത്. എന്തായാലും അതുവരെയും അവനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവനൊരു അവസരം ശരിക്കും കൈ വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ അവസരം കൈ വരുമ്പോഴേക്കും കൊല്ലാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴേക്കും അവൻ പിടികൂടുകയും ചെയ്യും. അവനെ പിടികൂടും, അവനെ തല്ലിച്ചതയ്ക്കുകയും ഈ കല്യാണത്തോടു കൂടി ഗംഗയുടെ അവസാനം തന്നെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.